ആവർത്തനങ്ങളിൽ മടുക്കാത്ത പ്രസിദ്ധമായ ആഘോഷമേതെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേയുള്ളൂ: തൃശൂർ പൂരം. തേക്കിൻകാട് മൈതാനത്ത് വടക്കുംനാഥന്റെ സന്നിധിയിൽ അരങ്ങേറുന്ന ഈ താളവാദ്യ വർണ്ണലയങ്ങളുടെ പൂരത്തിന് ഓരോ വർഷവും ആരാധകർ ഏറുന്നതേയുള്ളൂ. പൂരങ്ങളുടെ പൂരമെന്നാണ് തൃശൂർ പൂരത്തിന്റെ വിശേഷണം. രണ്ടു നിരകളിലായി അഭിമുഖം നിൽക്കുന്ന നെറ്റിപ്പട്ടം കെട്ടിയ ആനകൾ, ആലവട്ടം, വെഞ്ചാമരം, നടുവിൽ പുരുഷാരം, ചെണ്ടമേളം. കുടമാറ്റത്തിന്റെ വർണ്ണവിസ്മയങ്ങൾ സന്ധ്യയിലേക്ക് ഉദിച്ചസ്തമിക്കുമ്പോൾ ലക്ഷങ്ങൾ ആഹ്ലാദത്തിൽ ആറാടും. നാടിന്റെ ഉത്സവ കൂട്ടായ്മ കാണാൻ ലോകം മുഴുവനും തേക്കിൻകാട് മൈതാനത്തെത്തും. കേരളത്തിനകത്തും പുറത്തും ഏറ്റവും ജനശ്രദ്ധയാകർഷിച്ച ഉത്സവങ്ങളിൽ ഒന്നാണ് തൃശൂർ പൂരം. കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ തുടക്കം കുറിച്ച തൃശൂർ പൂരത്തിന് ഏകദേശം 200 വർഷത്തെ പാരമ്പര്യമാണ് കണക്കാക്കുന്നത്. പൂരം കാണുവാനായി വിദേശ സഞ്ചാരികളടക്കം ധാരാളം ആളുകൾ വർഷം തോറും തൃശൂരിൽ എത്താറുണ്ട്. മേടമാസത്തിലെ പൂരം നക്ഷത്രത്തിലാണ് തൃശൂർ പൂരം ആഘോഷിക്കുന്നത്. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ മേടമാസത്തിൽ അർദ്ധരാത്രിക്ക് ഉത്രം നക്ഷത്രം വരുന്നതിന്റെ തലേന്നാണ് പൂരം ആഘോഷിക്കുന്നത്. വടക്കുംനാഥനെ സാക്ഷി നിർത്തി തൃശൂർ നഗരത്തിലെ ക്ഷേത്രങ്ങളായ പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം, തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നീ 2 ക്ഷേത്രങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അതോടൊപ്പം കാരമുക്ക് ഭഗവതി, ചൂരക്കോട്ടുകാവ് ഭഗവതി, നെയ്തലക്കാവ് ഭഗവതി, ലാലൂർ ഭഗവതി, കണിമംഗലം ശാസ്താവ്, പനമുക്കമ്പിള്ളി ശാസ്താവ്, അയ്യന്തോൾ കാർത്യായനി, ചെമ്പൂക്കാവ് ഭഗവതി എന്നീ 8 ക്ഷേത്രങ്ങൾ അവതരിപ്പിക്കുന്ന ചെറുപൂരവും ചേർന്നതാണ് തൃശൂർ പൂരം. തൃശൂർ പൂരം പിറന്നതിന് പിന്നിലെ ഐതിഹ്യമായി നിരവധി കഥകൾ പ്രചരിക്കുന്നുണ്ട്. കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാനുമായി ബന്ധപ്പെട്ടാണ് പലപ്പോഴും തൃശൂർ പൂരത്തിന്റെ ആരംഭം പറയാറുള്ളത്. 2 നൂറ്റാണ്ടിനു മുൻപ്, അന്ന് ശക്തൻ തമ്പുരാൻ കൊച്ചി രാജ്യം ഭരിക്കുന്ന കാലം, അന്ന് തൃശൂർ പൂരം പോലെ ആളുകൾ ആഘോഷമാക്കിയ പൂരമാണ് ആറാട്ടുപുഴ പൂരം. പല പ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ഘോഷയാത്രകളും ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. ഹിന്ദു ഐതിഹ്യപ്രകാരം ലോകത്തിലെ 33 കോടി ദേവതകളും ആറാട്ടുപുഴയിലേക്ക് അന്ന് പൂര ദിവസം എത്തിച്ചേരുമെന്നാണ് വിശ്വാസം. എന്നാൽ 1796 പൂരത്തിന് ശക്തമായ കാറ്റും പേമാരിയും നിമിത്തം തൃശൂർ ദേശത്തെ ആളുകൾക്ക് ആറാട്ടുപുഴയിലെ പൂരത്തിന് കൃത്യസമയത്ത് എത്താൻ കഴിഞ്ഞില്ല. അല്പം വൈകി എന്ന കാരണത്താൽ തൃശൂർ ദേശത്തെ ജനങ്ങളെ അന്ന് പൂരത്തിൽ പങ്കെടുപ്പിക്കാതെ വിലക്കി. പാറമേക്കാവ്, തിരുവമ്പാടി, ചെമ്പൂക്കാവ്, കാരമുക്ക്, ലാലൂർ, അയ്യന്തോൾ, ചൂരക്കാട്ടുകാവ്, നെയ്തലക്കാവ്, കണിമംഗലം എന്നീ ദേശങ്ങളിലെ ആളുകൾക്കാണ് പങ്കെടുക്കാൻ സാധിക്കാതെ പോയത്. അന്ന് ശക്തൻ തമ്പുരാന്റെ ഭരണമായിരുന്നു. തൃശൂർ ദേശത്തെ ജനങ്ങളെ വിലക്കിയത് ഇഷ്ടപ്പെടാത്ത ശക്തൻ തമ്പുരാൻ അടുത്ത വർഷം മുതൽ വടക്കുംനാഥനെ ആസ്ഥാനമാക്കി പുതിയൊരു പൂരം ആരംഭിക്കുവാൻ തീരുമാനിച്ചു. ഇതോടെ തൃശൂർക്കാരുടെ പൂരം ഇനി വടക്കുംനാഥ സന്നിധിയിൽ മതിയെന്നും 1798 ശക്തൻ തമ്പുരാൻ തീരുമാനമെടുത്തു എന്നാണ് ചരിത്രകഥ. പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം, തിരുവമ്പാടി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളാണ് ഈ പൂരത്തിലെ പ്രധാന ഘടകദേശങ്ങൾ. അന്ന് കാടായിരുന്ന തേക്കിൻകാടിനെ വെട്ടിത്തെളിച്ചു നാടാക്കി മാറ്റിയതും ശക്തൻ തമ്പുരാൻ തന്നെയെന്നാണ് ചരിത്രം. തൃശൂർ നഗര മധ്യത്തിലുള്ള വടക്കുംനാഥൻ ക്ഷേത്രത്തിലും ക്ഷേത്രത്തിനു ചുറ്റുമുള്ള തേക്കിൻകാട് മൈതാനത്തിലുമായാണ് പൂരത്തിന്റെ ചടങ്ങുകൾ നടക്കുന്നത്. തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലെ ഭഗവതിമാരാണ് തൃശൂർ പൂരത്തിൽ പങ്കെടുക്കുന്നതായി സങ്കല്പിക്കപ്പെടുന്നത്. പൂരത്തിന്റെ മുഖ്യ പങ്കാളിത്തവും ഈ 2 വിഭാഗക്കാർക്കാണ്. തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠകളിൽ ഒന്നായ ബാലികാഭാവത്തിലുള്ള ബാലഭദ്രകാളിയാണ് പൂരത്തിന് പങ്കെടുക്കുന്ന ഒരു ഭഗവതി. 8 ചെറുപൂരങ്ങൾ കൂടി അടങ്ങുന്നതാണ് തൃശൂർ പൂരമെങ്കിലും മുഖ്യ പങ്കാളികളായ തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങൾക്ക് മാത്രമായി ചില അവകാശങ്ങളുണ്ട്.
വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ ചുറ്റുള്ള വഴിയിൽ ഇവർക്ക് മാത്രമേ അവകാശമുള്ളൂ. പൂരത്തോടനുബന്ധിച്ചുള്ള വെടിക്കെട്ടും കുടമാറ്റവും ഈ രണ്ടു കൂട്ടരുടെയും മാത്രം അവകാശങ്ങളാണ്. പൂരത്തിന് ഒരാഴ്ച മുമ്പ് പങ്കാളികളായ ക്ഷേത്രങ്ങളിൽ കൊടി കയറുന്നു. തന്ത്രി, മേൽശാന്തി എന്നിവരുടെ നേതൃത്വത്തിൽ കൊടികയറ്റത്തിന് മുമ്പ് ശുദ്ധി കലശം നടത്തുന്നു. തൃശൂർ പൂരത്തിലെ മുഖ്യ പങ്കാളികളായ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾക്ക് മാത്രമായി ചില അവകാശങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. പന്തലുകളും വെടിക്കെട്ടുകളും അവയിൽ പ്രധാനപ്പെട്ടതാണ്. പ്രദക്ഷിണ വഴിയിൽ പന്തൽ ഉയർത്താൻ ഇവർക്ക് മാത്രമേ അവകാശമുള്ളൂ. വെടിക്കെട്ട് നടത്തുവാനുള്ള അവകാശവും ഇവർക്ക് തന്നെ. പ്രദക്ഷിണ വഴിയിൽ, അതായത് തൃശൂർ റൗണ്ടിൽ പടിഞ്ഞാറ്, തെക്ക്, വടക്ക് ഭാഗത്ത് മാത്രമാണ് പന്തലുള്ളത്. പാറമേക്കാവിന് തെക്ക് മണികണ്ഠനാലിൽ ഒരേ പന്തലേയുള്ളൂ എങ്കിൽ തിരുവമ്പാടിക്ക് പടിഞ്ഞാറ് നടുവിലാലിലും വടക്ക് നായ്ക്കനാലിലും പന്തലുകളുണ്ട്. നടുവിലാലിലെ പന്തലിന് ആചാരപ്രകാരം ഏറെ പ്രാധാന്യമുള്ളതാണ്. തിരുവമ്പാടി ഭഗവതി മഠത്തിൽ നിന്ന് എഴുന്നള്ളുമ്പോൾ ശ്രീ വടക്കുന്നാഥന്റെ നടക്കൽ മുഖം കാട്ടുന്നത് നടുവിലാലിലെ പന്തലിൽ നിന്നുകൊണ്ടാണ്. ഈ മുഹൂർത്തത്തിൽ പഞ്ചവാദ്യം ഇടത്തീർ കലാശം കൊട്ടും. പുലർച്ചെ പ്രധാന വെടിക്കെട്ട് സമയത്ത് തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെയും ഓരോ ആനകൾ തിടമ്പേറ്റി നിൽക്കുന്നത് നായ്ക്കനാൽ, മണികണ്ഠനാൽ പന്തലുകളിലാണ്. തൃശൂർ പൂരത്തിന്റെ തലേ ദിവസം പാറമേക്കാവ്, തിരുവമ്പാടി വിഭാഗങ്ങൾ പൂരം എഴുന്നള്ളിപ്പിന് ഉപയോഗിക്കുന്ന കോലം, നെറ്റിപ്പട്ടം, ആലവട്ടം, വെഞ്ചാമരം, കുടകൾ തുടങ്ങിയ ചമയങ്ങൾ പൊതുജനങ്ങൾക്കായി പ്രദർശനത്തിന് വെക്കുന്നു. പൂരത്തിലെ പ്രധാന ചടങ്ങുകളായ ഇലഞ്ഞിത്തറ മേളം, തെക്കോട്ടിറക്കം, കുടമാറ്റം തുടങ്ങിയവയൊക്കെ വടക്കുന്നാഥന്റെ ക്ഷേത്ര പരിസരത്ത് തന്നെയാണ് അരങ്ങേറുന്നത്. സമയക്രമം അനുസരിച്ച് മുഖ്യ വിഭാഗങ്ങൾക്കും വളരെ മുമ്പേ തന്നെ നടക്കുന്ന ചെറുപൂരങ്ങളുടെ എഴുന്നള്ളിപ്പോടെയാണ് പ്രധാന ദിവസത്തെ പൂരാഘോഷങ്ങൾക്ക് അരങ്ങൊരുങ്ങുന്നത്. വെയിലും മഞ്ഞും കൊള്ളാതെ കണിമംഗലം ശാസ്താവ് വടക്കുംനാഥന്റെ സന്നിധിയിലേക്ക് എഴുന്നള്ളുന്നതോടെയാണ് തുടർച്ചയായി 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന തൃശൂർ പൂരത്തിന് തുടക്കം കുറിക്കുക. തൃശൂർ പൂരനാളിൽ വടക്കുംനാഥൻ കണി കാണുന്നത് കണിമംഗലം ധർമ്മശാസ്താവിന്റെ പൂരം എഴുന്നള്ളിപ്പാണ്. കണിമംഗലം ക്ഷേത്രത്തിൽ ദേവഗുരുവായ ബൃഹസ്പതിയാണ് പ്രതിഷ്ഠ എന്നാണ് വിശ്വാസം. ശ്രീ വടക്കുംനാഥന്റെ സന്നിധിയിലേക്ക് പൂരവിശേഷവുമായി ആദ്യ ചുവട് വയ്ക്കുവാനുള്ള അവകാശം ശാസ്താവിന് വിധിച്ചു നൽകിയിരിക്കുന്നു. വടക്കുംനാഥനെ വണങ്ങുകയോ പ്രദക്ഷിണം വയ്ക്കുകയോ ചെയ്യാത്ത ഒരേയൊരു ഘടകപൂരമാണിത്. ദേവഗുരുവായതുകൊണ്ടാണ് ഇങ്ങനെ. ആദ്യ പൂരത്തിനുമുണ്ട് പ്രത്യേകത. സാധാരണയായി തുറക്കാത്ത തെക്കേ ഗോപുര വാതിൽ തലേന്ന് തുറന്നിടുന്നു. വർഷം മുഴുവൻ അടഞ്ഞുകിടക്കുന്ന തെക്കേ ഗോപുര നട പൂരത്തിനോടനുബന്ധിച്ച് തുറക്കുവാനുള്ള അവകാശം നെയ്തലക്കാവിൽ അമ്മയ്ക്കാണ്. പൂരത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളാണ് ചെറുപൂരങ്ങൾ. കാലത്ത് 7 മണിയോടെ തന്നെ ചെറുപൂരങ്ങൾ ഓരോന്നായി വടക്കുംനാഥ ക്ഷേത്രത്തിലെ ശ്രീമൂലസ്ഥാനത്ത് പ്രവേശിക്കും. രാവിലെ 6:30യോടെ വടക്കുംനാഥന്റെ മുന്നിൽ എത്തി വണങ്ങുന്ന കണിമംഗലം ശാസ്താവ് പൂരത്തിൽ പങ്കെടുക്കാൻ ആദ്യം എത്തുന്നു. പിന്നെ ഒന്നൊന്നായി മറ്റു ചെറുപൂരങ്ങൾ എത്തിത്തുടങ്ങും. കാരമുക്ക് ഭഗവതി, ചൂരക്കോട്ടുകാവ് ഭഗവതി, നെയ്തലക്കാവ് ഭഗവതി, ലാലൂർ ഭഗവതി, പനമുക്കമ്പിള്ളി ശാസ്താവ്, അയ്യന്തോൾ കാർത്യായനി ഭഗവതി, ചെമ്പൂക്കാവ് ഭഗവതി എന്നീ 8 ക്ഷേത്രങ്ങളിലെ ദേവീദേവന്മാരാണ് ചെറുപൂരം അവതരിപ്പിക്കുന്നത്. ആനകളെ അണിനിരത്തിയുള്ള പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം, തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നീ 2 ക്ഷേത്രങ്ങളുടെ മേള പഞ്ചവാദ്യ ഘോഷങ്ങളും ആനപ്പുറത്തെ കുടമാറ്റം, പുലരുന്നതിന് മുമ്പുള്ള വെടിക്കെട്ട് എന്നിവയും തൃശൂർ പൂരത്തിന്റെ പ്രധാന ആകർഷണങ്ങളാണ്. തിരുവമ്പാടി ഭഗവതിയുടെ തിടമ്പ് ബ്രഹ്മസ്വം മഠത്തിലേക്ക് കൊണ്ടുപോകുന്ന പുറപ്പാട് എഴുന്നള്ളത്ത്, മഠത്തിൽ നിന്ന് പഞ്ചവാദ്യത്തോടു കൂടിയുള്ള മഠത്തിൽ വരവ് എഴുന്നള്ളത്ത്, ഉച്ചയ്ക്ക് പാറമേക്കാവ് ക്ഷേത്രത്തിന്റെ പൂരപ്പുറപ്പാട്, അതിനോടനുബന്ധിച്ച് 1 മണിക്കൂർ ദൈർഘ്യം വരുന്ന ചെമ്പടമേളം, ഇലഞ്ഞിത്തറ മേളം, തെക്കോട്ടിറക്കം, പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാരുടെ പരസ്പരമുള്ള കൂടിക്കാഴ്ച, കുടമാറ്റം, സന്ധ്യാസമയത്തെ ചെറിയ വെടിക്കെട്ട്, രാത്രിയിലെ പഞ്ചവാദ്യം, പുലർച്ചെയുള്ള പ്രധാന വെടിക്കെട്ട്, പിറ്റേന്ന് നടക്കുന്ന പകൽപൂരം, പകൽപൂരത്തിന് ശേഷമുള്ള വെടിക്കെട്ട്, ഉപചാരം ചൊല്ലിപ്പിരിയൽ എന്നിവയാണ്
തൃശൂർ പൂരത്തിലെ പ്രധാന ചടങ്ങുകൾ. തൃശൂർ പൂരത്തിലെ പ്രധാന ചടങ്ങുകളിൽ ഒന്നായ മടത്തിൽ വരവിനെ കുറിച്ച് രസകരമായൊരു ഐതിഹ്യമുണ്ട്. അത് ഇങ്ങനെ: തൃശൂർ നടുവിൽ മഠം നമ്പൂതിരി ബ്രാഹ്മണരുടെ വേദപാഠശാലയായിരുന്നു. ഈ മഠത്തിന് രക്ഷാധികാരിയായിരുന്നത് നടുവിൽ മഠം സ്വാമിയാറാണ്. ഈ മഠത്തിന്റെ കൈവശം സ്വർണത്തിൽ പൊതിഞ്ഞ നെറ്റിപ്പട്ടങ്ങൾ ഉണ്ടായിരുന്നു അത്രേ. മികച്ച തരം നെറ്റിപ്പട്ടമായതിനാൽ തിരുവമ്പാടി വിഭാഗത്തിന് ഈ നെറ്റിപ്പട്ടങ്ങൾ കിട്ടിയാൽ കൊള്ളാമെന്നായി. അതിനായി തിരുവമ്പാടിക്കാർ സ്വാമിയാരെ സമീപിച്ചപ്പോൾ ആനകളെ മഠത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നെറ്റിപ്പട്ടം അവിടെ വെച്ച് അണിയിക്കാമെന്ന മറുപടി കിട്ടി. ഇതേ തുടർന്ന് തിരുവമ്പാടിയുടെ എഴുന്നള്ളിപ്പ് മഠത്തിലേക്ക് വരാനും അവിടെ വെച്ച് നെറ്റിപ്പട്ടം മാറ്റി അണിയാനും തുടങ്ങി. സ്വർണം പൊതിഞ്ഞ നെറ്റിപ്പട്ടങ്ങൾ ഇല്ലെങ്കിലും ഇന്നും ഈ ചടങ്ങ് തുടർന്നു വരുന്നു. നടുവിൽ മഠത്തിൽ ദേവചൈതന്യം ഉള്ളതുകൊണ്ട് അവിടെ വെച്ച് ഒരു ഇറക്കി പൂജയും നടത്തുന്നു. രാവിലെ 8 മണിക്കാണ് മഠത്തിലേക്കുള്ള വരവ് തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്നത്. 2.5 മണിക്കൂർ കൊണ്ട് ഇത് മഠത്തിൽ എത്തിച്ചേരുന്നു. ഇറക്കി പൂജ കഴിഞ്ഞ് 11:30 മഠത്തിൽ വരവ് ആരംഭിക്കുന്നു. 10ഓളം ആനയുമായി പുറപ്പെടുന്ന ഇത് നായ്ക്കനാൽ എത്തിച്ചേരുമ്പോൾ എണ്ണം 15 ആകുന്നു. മഠത്തിൽ വരവ് അതിന്റെ പഞ്ചവാദ്യമേളത്തിലാണ് പ്രസിദ്ധിയാർജിച്ചത്. ഇതിൽ നിരവധി പഞ്ചവാദ്യ വിദഗ്ധന്മാർ പങ്കെടുക്കുന്നു. 17 വീതം തിമിലക്കാരും കൊമ്പുകാരും താളക്കാരും ഉണ്ടാകണം. 9 മദ്ദളം, 4 ഇടയ്ക്ക എന്നിങ്ങനെയാണ് കണക്ക്. ഇത് തെറ്റുവാൻ പാടില്ല. മഠത്തിൽ വരവ് പഞ്ചവാദ്യം ലോകപ്രസിദ്ധമാണ്. ഏകദേശം 12 മണിയോടെയാണ് പാറമേക്കാവിന്റെ പൂരം തുടങ്ങുന്നത്. പൂരത്തിൽ പങ്കുചേരുവാനായി 15 ആനകളുടെ അകമ്പടിയോടെ സർവാലങ്കാര വിഭൂഷിതയായി പാറമേക്കാവ് ഭഗവതി എഴുന്നള്ളുന്നു. പാറമേക്കാവ് ക്ഷേത്രാങ്കണത്തിൽ നിന്നും തുടങ്ങുന്ന ചെമ്പടമേളം അവസാനിച്ച് അതിനുശേഷം പാണ്ടിമേളം തുടങ്ങുന്നു. പാണ്ടിമേളം ഒരു കലാശം കഴിഞ്ഞ് എഴുന്നള്ളത്ത് വടക്കുംനാഥൻ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നു. വടക്കുംനാഥ ക്ഷേത്രത്തിലെ കൂത്തമ്പലത്തിലാണ് എഴുന്നള്ളത്ത് അവസാനിക്കുക. പിന്നീടാണ് പ്രസിദ്ധമായ ഇലഞ്ഞിത്തറമേളം. 4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പാണ്ടിമേളത്തിൽ വാദ്യകലാരംഗത്തെ കുലപതികളാണ് പങ്കെടുക്കാറുള്ളത്. കൂത്തമ്പലത്തിന് മുന്നിലെ ഇലഞ്ഞിത്തറയിൽ അരങ്ങേറുന്നതുകൊണ്ടാണ് ഈ മേളച്ചാർത്തിന് ഇലഞ്ഞിത്തറ മേളം എന്ന പേര് വന്നത്. ഇവിടെയാണ് പണ്ട് പാറമേക്കാവ് ഭഗവതിയെ പ്രതിഷ്ഠിച്ചിരുന്നത്. ഇലഞ്ഞിത്തറ മേളത്തിന് ശേഷമാണ് തെക്കോട്ടിറക്കം. പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരത്തിലൂടെ തേക്കിൻകാട് മൈതാനത്തിലേക്ക് പ്രവേശിക്കുന്ന ചടങ്ങാണിത്. പാറമേക്കാവിന്റെ 15 ആനകൾ തെക്കോട്ടിറങ്ങി പഴയന്നൂർ ഭഗവതിയുടെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് പോയി ഭഗവതിയെ വണങ്ങിയ ശേഷം നിരന്നു നിൽക്കും. തിരുവമ്പാടി വിഭാഗം തെക്കേ ഗോപുരത്തിലൂടെ ഇറങ്ങി പാറമേക്കാവ് വിഭാഗത്തിന് മുഖാമുഖം നിൽക്കുന്നതോടെ കുടമാറ്റം തുടങ്ങുകയായി. ഇത് 2 വിഭാഗം ദേവിമാരുടെ പരസ്പരം കൂടിക്കാഴ്ചയാണ്. മുഖാമുഖം നിൽക്കുന്ന പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങൾ തമ്മിൽ പ്രൗഢഗംഭീരമായ വർണ്ണക്കുടകൾ പരസ്പരം ഉയർത്തി കാണിച്ച് മത്സരിക്കുന്നതാണ് കുടമാറ്റമെന്ന് അറിയപ്പെടുന്നത്. ഓരോ കുട ഉയർത്തിയ ശേഷം 3 പ്രാവശ്യം വെഞ്ചാമരവും ആലവട്ടവും ഉയർത്തിയ ശേഷമേ അടുത്ത കുട ഉയർത്തൂ. തിടമ്പു കയറ്റിയ ആനയുടെ കുട മറ്റു 14 ആനകൾക്ക് ഉയർത്തുന്ന കുടയേക്കാൾ വ്യത്യാസമുള്ളതായിരിക്കും. ഒരു ചെറിയ വെടിക്കെട്ടോടെ കുടമാറ്റം അവസാനിക്കുന്നു. ഇതോടെ പകൽ പൂരം അവസാനിക്കുന്നു. എന്നാൽ രാത്രിയും ചെറിയ പൂരങ്ങൾ ആവർത്തിക്കും. പിന്നീട് പുലർച്ചെയാണ് വെടിക്കെട്ട്. പിറ്റേന്ന് പകൽ പുലരും മുമ്പേ നടക്കുന്ന വെടിക്കെട്ടാണ് പൂരത്തിന്റെ മറ്റൊരു ആകർഷണം. വെളുപ്പിന് 3 മണിയോടെയാണ് ആകാശത്തിലെ ഈ മേളം തുടങ്ങുന്നത്. ശബ്ദമലിനീകരണ നിയമങ്ങളും തദ്ദേശീയർക്ക് വരുന്ന ബുദ്ധിമുട്ടുകളും പരിഗണിച്ച് വെടിക്കെട്ടിൽ കാര്യമായ മാറ്റങ്ങൾ കാലാകാലങ്ങളിൽ വന്നിട്ടുണ്ട്. ഈ അടുത്ത കാലങ്ങളിൽ ദൃശ്യത്തിനാണ് ശബ്ദത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം. പൂരപ്പിറ്റേന്ന് രാവിലെ എഴുന്നള്ളത്തും പാണ്ടിമേളവും കുടമാറ്റവും ഉണ്ടാവും. തൃശൂർക്കാരുടെ പൂരമെന്നും ഇതിനെ പറയാറുണ്ട്. പാറമേക്കാവ് ഭഗവതി മണികണ്ഠനാലിൽ നിന്നും തിരുവമ്പാടി ഭഗവതി നായ്ക്കനാലിൽ നിന്നും രാവിലെ 8 മണിയോടെ എഴുന്നള്ളുന്നു. ഇരുവിഭാഗത്തിന്റെയും പാണ്ടിമേളം 12 മണിയോടെ അവസാനിക്കുന്നു. മേളത്തിനു ശേഷം വെടിക്കെട്ട് നടക്കുന്നു. അതിനുശേഷം ദേവിമാർ പരസ്പരം ഉപചാരം ചൊല്ലി
ശ്രീമൂല സ്ഥാനത്തു നിന്നും അടുത്ത പൂരത്തിന് കാണാമെന്ന ചൊല്ലോടെ വിടവാങ്ങുന്നു. ഇതോടെ ഔപചാരികമായി പൂരം ചടങ്ങുകൾ സമാപിക്കുന്നു. പാറമേക്കാവ്, തിരുവമ്പാടി ഭഗവതിമാർ പകൽ പൂരത്തിനു ശേഷം ശ്രീമൂല സ്ഥാനത്ത് തമ്മിൽ ഉപചാരം ചൊല്ലി പിരിയുന്നതാണ് തൃശൂർ പൂരത്തിന്റെ ക്ലൈമാക്സ്. ഇവിടെ മുതലാണ് അടുത്ത പൂരത്തിനായുള്ള കാത്തിരിപ്പിന് തുടക്കം കുറിക്കുന്നത്. പൂരം ഏറ്റവും നന്നായി ആസ്വദിച്ചതിലുള്ള സന്തോഷത്തിനിടയിലും പൂരം കഴിഞ്ഞതിന്റെ സങ്കടവും പേറിക്കൊണ്ടായിരിക്കും ഓരോരുത്തരും തേക്കിൻകാട്ടിൽ നിന്ന് യാത്രയാകുന്നത്.